പറഞ്ഞോ. അമർന്നിര കോഴി ഗൈസ് ഞങ്ങളങ്ങനെ നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. നമ്മള് തമിഴിലുള്ള ഫോട്ടോ എടുക്കും. ഗൂഗിൾ പേ മേടിച്ചോ? 170. ഇനിയിപ്പോ അതിന്റെ കൂടെ കൊടുക്കേണ്ടി വരും കേട്ടോ. മേടിച്ചോ? ഒന്ന് പോയി കേസാണ് മോളെ. മേടിച്ചോ? ഏത് മിപ്പൂനെ? ആ മിപ്പൂണ കരയെന്ന് പറഞ്ഞേ. ഇത് കരയൂടെ? നീ അവക്കാടോടെ പൈസ ഇവിടെ കൊടുക്കേണ്ടി വരുമോ? ഇല്ല. അവക്കാടോ നോക്കൂ, ഇത് നോക്കൂ. വാപ്പിട്ട് പറ. അവന്റെ കൊടുക്കാണ്ടല്ലോ. നമ്മള് എന്റെ ചിക്കുടു, അയ്യോ പേര് മാറിപ്പോയി. ആ എന്തോ പേര് ഞാൻ മറന്നുപോയി. ചിങ്കുടു എന്നാണ്. നാരങ്ങ കുടിക്കാൻ വേണ്ടി കടയിൽ കിടക്കണം. ഇല്ല, നാരങ്ങളെ കുടിക്കാം. ഇതിലിട്ടുണ്ട് ഗൈസ്. ഹൈവറ അപ്പൊ നമ്മൾ നിർത്താൻ പോകണം. കാരണം ഐഫോൺ ആയതുകൊണ്ട് ബാറ്ററി വെക്കൂല. ഒരാളെ കണ്ടു. ലൈഫ് ഒരു ഫോട്ടോഗ്രാഫർ നമ്മള് കാറ് കിട്ടാത്തതിന് വിഷമമുണ്ടോ? മറ്റേ അവിടെ ആദ്യം കണ്ട കടയില് ഇത് പൊട്ടക്കാറാണോ? പൊട്ടക്കാരോ? ഇതേതാ? ബുഗാട്ടി ലിലോൺ. ഗൈസ് ഉമ്മയോട് ചായ കുടിച്ച് കുടിക്കണം. നമ്മളിപ്പോ വ്ളോഗ് നിർത്തുവാണ്. കാരണം ഐഫോൺ ആയതുകൊണ്ട് ഐഫോൺ ആണെങ്കിൽ ബാറ്ററി വെക്കൂല. നമുക്കപ്പം പിന്നെ നമ്മളിപ്പോ എടുക്കുന്ന ഐഫോണല്ല കേട്ടോ. ശരി ഐഫോൺ ആട്ടോ. ശരി മാറ്റി ഇവിടെ 24 അൾട്ര ഇരിക്കുന്നത്. 24 അൾട്ര എന്തെങ്കിലും വേണോ? പോയി മേടിക്കുന്നേ. പുറകെ ഇരിക്കുന്ന കണ്ടില്ലേ ഈ തിരക്കിൽ ഇങ്ങനെ. മോനസിവിടെ നാരങ്ങ കുടിച്ചിട്ടില്ല ഗൈസ്. ബൈ. കാറോ? ഞാൻ എടുത്തില്ല ഗൈസ്. നിങ്ങൾ കമന്റ് ചെയ്യുക ഇത് ചിക്കടും എങ്ങനെയുണ്ടത്. പേര് മറന്നുപോയി. ചിങ്കുടു ഗൈസ്. ഞാൻ മറന്നുപോയി ഗൈസ് പേര്. ഗൈസ് എന്റെ ചിങ്കടു ഗൈസ് പേര് മറന്നുപോയി. നമുക്ക് ആളെ കടമ്പോ ഇടാൻ തോന്നി. നിങ്ങൾക്ക് നല്ല പേര് അറിയുന്നെങ്കിൽ വെക്കോട് ഗൈസ്. പിന്നെ ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പരുന്തുംപാറയ്ക്കാണ് ഗൈസ് നമ്മൾ പോകുന്നത്. നമുക്ക് സ്റ്റോറി നമുക്ക് സ്റ്റോറി ഇടാം ഫേസ്ബുക്കിൽ. എല്ലാരും കാണട്ടെ ഗൈസ്. മറ്റേത് നമ്മളെ കളിച്ച ഡാൻസ് നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് എടുത്ത് എഡിറ്റ് ചെയ്ത് എന്തോ പ്രശ്നം ഗൈസ്. നമുക്ക് എപ്പോഴും ഇനി വ്ലോഗ് എടുക്കാൻ പറ്റില്ല കാരണം ഐഫോൺ ആയതുകൊണ്ട്. അതിന് ചിലരുണ്ടായിരുന്നു. എനിക്ക് അതിന് ഈ പ്രേക്ഷകരുടെ ഒരു കാര്യം ഞങ്ങൾ കളിച്ച ഹിറ്റ്ലറിൽ അതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചന്ദ്രയോ ടൂറിസ്റ്റ് ബസ്സോ? ഗൈസ് നമ്മള്
എങ്ങോട്ടൊക്കെയാ പോകുന്നു. പരുന്തുംപറ എന്നാണ് പറയുന്നത്. ഒരു പ്രശ്നമുണ്ട് ഗൈസ്. എന്നാ നമുക്ക് എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഐഫോൺ ആയതുകൊണ്ട് തന്നെ ചാർജിന്റെ ക്ഷാമമാണ്. നിങ്ങൾ ആരും ഐഫോൺ എടുക്കല്ലോ ഗൈസ്. പട്ടിഷോ കാണിക്കുകയാണെങ്കിൽ ഐഫോൺ എടുത്തോ, അല്ലെങ്കിൽ എടുക്കണം. ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് സാംസങ് S24 അൾട്രാ മേടിച്ചു. ടാറ്റാ. ഇനി നമ്മൾ പരുന്തുംപാറ കണ്ടിട്ടായിരിക്കും കഴിയുള്ളൂ. പരുന്തുംപാറ വെച്ച് കാണാം ഗൈസ്. ബൈ ഗൈസ്. അങ്ങനെ ഞങ്ങള് പരുന്തുംപാറ ഒഴിവാക്കി. അതെ ഗൈസ്. ഞങ്ങൾ അങ്ങനെ ഇപ്പൊ എത്തിയിരിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ ബോഗൻ ഗൈസ്. എന്നെ ചിണ്ടീനൊക്കെ ഗൈസ്. ചിണ്ടി നമുക്ക് ഇവിടെ വെക്കാം ഗൈസ്. നമ്മളെവിടെ വന്നിരിക്കുന്നത്? നമ്മളെ ബോഗൻവില്ല ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് ഗൈസ്. ഒരു ബോഗൻവില്ല ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഗൈസ് ഇത്. നമുക്ക് കുഞ്ചാക്ക പോലെ കാണാം. ഇപ്പൊ കേട്ടോ ഗൈസ്, ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിണ്ടീനയുടെ മുകളിൽ നിർത്താം. നമ്മുടെ ചിണ്ടീനയുടെ മുകളിൽ മുകളിലിരിക്കണം ഗൈസ്. ഇതൊക്കെ ഒന്ന് പിടിച്ചേ. ചിണ്ടീനെ നമ്മളെ മുകളിൽ നിർത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മള് കുഞ്ചാക്ക ഭവനും പിന്നെ അമൽ നീരിതിന്റെ കെട്ടികളുടെ പേരിനാമി. അമൽ നീരിതിന്റെ കെട്ടികളുടെ പേരിനാ മറന്നുപോയല്ലോ. അവിടെ ചോദിക്കാം. ചിണ്ടി അമൽ നീരതിന്റെ കെട്ടികളുടെ പേരിനാ. അവിടെ കോടുണ്ടോ? ജ്യോതിർമയും എനിക്ക് അങ്ങനെ പറയാറില്ല. നമ്മളെ അമൽ നീരതിന്റെ കെട്ടിയോള് കുഞ്ചാക്കവരും ഇവിടെ നിന്ന് നടന്നിരുന്നു. ഇവന്റെ എത്ര ഉള്ള ഫോണും കൊണ്ടാണ് ഇവ ഫോട്ടോ എടുക്കുന്നത്. ഈ മൂത്രം വയ്ക്കാൻ പറ്റും നിങ്ങക്ക്? എനിക്ക് മൂത്രം വയ്ക്കാൻ പറ്റും. എവിടെയാന്നേ ഗൈസ്? നിങ്ങൾ ഒരിക്കലും ഐഫോൺ മേടിക്കാൻ പാടില്ല കേട്ടോ. എന്റെ സജഷൻ ആണ്. ബാഗ് എന്തേ എന്ത് ഇത്? ഞാൻ പറയുമോ നിങ്ങൾ ഐഫോൺ മേടിക്കാൻ പാടില്ല. കാരണം മേടിക്കാൻ പാടത്തിന് കാരണം എന്താ വെച്ചാ ഈ പൊട്ട ഫോണില് ചാർജ് നിൽക്കില്ല. ഗൈസ് അത് സാഹസികമായിട്ടാണ്. അത് സാഹസികമായിട്ടാണ് എടുക്കുന്നത്. നമുക്കപ്പം നമ്മളൊരു കാർ കണ്ടു, ഒരു മഹേന്ദ്ര കാർ. നല്ല മോഡിഫൈ ചെയ്തിട്ടുണ്ടോ? പിന്നെ എനിക്ക് പേടിയാ. ആ ചാർജ് അവിടെ കുത്താൻ സ്ഥലം ഉണ്ടോ നോക്കട്ടെ. ചാർജ് ചിണ്ടി എടുക്കണം. നമുക്ക് ഒരു ഷോട്ട് എറിയാം. എന്താണ് ഷഹനാത്താനെ കുറിച്ച് പറയാനുള്ളത്? ഓഫ് ആക്കോട്ടെ ഗൈസ്, പിന്നെ കാണാം. ഗൈസ് ഞങ്ങളിപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഗസ് ചെയ്യുക. എനിക്കൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. സിനിമയിലൊക്കെ കാണും. നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ട് ചെയ്യാം. ആ സ്ഥലം
ഉമ്മയുടെ ക്ലിപ്പ് ഒത്തിരിക്കാൻ നല്ല രസമുണ്ട്. ഗൈസ് നിങ്ങളും ഗസ് ചെയ്യുക ഗൈസ്. ഈ ഇവിടുന്ന് ഞാൻ ഒരു കാര്യം പറയാം. ഇവിടുന്ന് ഓടി ഒരാൾ ബ്ലാക്ക് താറിലേക്ക് കയറി പോകും. ഒരു പെണ്ണാട്ടോ, പെണ്ണെന്ന് പറഞ്ഞു. ഇത്ര പറയുള്ളൂ. ആന്റണി വേറൊരു സിനിമ ഓർമ്മ. അത് ഒരു ക്ലൂ ഇല്ല. അത് ഇവിടുന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതെ ആ സൈഡിൽ പോയി നിക്ക. ആ സൈഡില് അതേത് സിനിമയാണ് അത്? എനിക്ക് കണ്ടപ്പോ തന്നെ എനിക്ക് പെട്ടെന്ന് തലയിലേക്ക് വന്നത്. ആന്റണി ജോസഫ് പയ്യെ പറ, അവൻ കേട്ടിട്ട് കേട്ടോ. ഏത് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ഗൈസ് ഞങ്ങളെങ്ങനെ ആയത്? ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളങ്ങനെ ചർച്ചിൽ കയറണം ഗൈസ്. ചർച്ചിൽ ഇവരൊക്കെ കൂടി എന്റെ ചിണ്ടിയിൽ ഒളിപ്പിച്ചു വെച്ചു ഗൈസ്. ഗൈസ് ഇവര് ചിണ്ടിയിൽ ഒളിപ്പിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ അതിലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. കമന്റ് ബോക്സ് അത് പിൻ ചെയ്തിരിക്കുന്നത്. അതെ എന്റെ ചിണ്ടിനെ ഒളിപ്പിച്ചു വെച്ചിട്ട് ഇതാണ് ചിണ്ടിനാന്ന് പറയുന്നത്. ഇതാണ് ചിണ്ടി. ഇതിനെ ഒളിപ്പിച്ചു. എന്നിട്ട് ആരൊളിപ്പിച്ചു വെച്ചത് ഞാൻ കാണിച്ചട്ടെ. ഇവൻ. എന്നിട്ട് ഇവന് ഹസീന ഹാരിസും അതിന്റെ മകനായ മുഹമ്മദ് സഫീനോടും കൂടി ഒളിപ്പിച്ചു. എന്നിട്ട് ഇവര് ബോഗേവില് കളിക്കുക. കുഞ്ചാക്ക പോലെ നമ്മൾ അറിഞ്ഞോ? അതുപോലത്തെ ടെസ്റ്റ് ആയിരുന്നു ഗൈസ്. എല്ലാം ഞങ്ങളെ വ്ളോഗിൽ ഉൾപ്പെടുത്തേക്കും. കണ്ടിട്ട് വരിക ഗൈസ്. ഞാൻ എന്താണ് കരഞ്ഞ സീനൊക്കെ ഉണ്ട്. നിങ്ങൾ പോയി കാണുക അല്ലേ? ഈ മന്ദബുദ്ധികളുടെ കൂടെ ഞാൻ ഇന്ന് കണ്ടുപോയി. ഗൈസ് നമ്മളിപ്പോ അമ്മച്ചിക്കൊട്ടാരം മമ്മീസ് ബംഗ്ലാവ്. CBSE ആണ് ഗൈസ്. വസന്ത പല്ലിക. മമ്മീസ് ബിൽഡിംഗ്. കാണണം കേസ് എന്നൊക്കെ പറഞ്ഞു. ഗൈസ് ഞങ്ങള് വേറൊരു ഗൈസിനെ കണ്ടു ഗൈസ്. വേറൊരു യൂട്യൂബേഴ്സിനെ കണ്ടു ഗൈസ്. മച്ചാമാരെ ചെയ്യോ മച്ചാൻ കളിച്ചാലോ? ഞങ്ങളിപ്പോൾ കേറിക്കൊണ്ടിരിക്കുന്നത് ഓഫ് റോഡാണ്. അമ്മച്ചിയുടെ പ്രേതം ക്യാമറ എനിക്ക് കേൾക്കുക. അതെ തള്ളക്കൊട്ടാരം എടുത്ത് തള്ള വൈബ്. ഈ കൊട്ടാരത്തിൽ കയറി എല്ലാവർക്കും തള്ള വൈബ്. ഗൈസ് നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഇവിടുത്തെ ഒരു നിഗൂഢതയാണ്. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ തള്ള വൈബാവും. തള്ള വൈബ് തന്ത വൈബാവും. നിങ്ങൾ വിചാരിക്കണ പോലെ നല്ല സുഹൃത്തുക്കളെ കാണാൻ പോകുന്നതാണ്. നിങ്ങൾ വിചാരിക്കണ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ്. അപ്പൊ താജ്മഹലാവും. സുഹൃത്തുക്കൾ ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് നേരെ പോകും. പക്ഷെ നരകം ഉണ്ടെങ്കിൽ അത് ഷഹനാഥയുടെ വീടാണ്. അപ്പോ ജസ്റ്റ് ഫോർ എ ഫൺ. ജസ്റ്റ് കിഡിങ്. ഗൈസ് ഏത് വഴിക്കാണ് അമ്മച്ചി കൊട്ടാരത്തിന്റെ വീട്? വീട് അമ്മച്ചി കൊട്ടാരത്തിന്റെ വീടുന്ന തള്ളയുടെ വീടല്ലേ? ഞങ്ങളത് മ്യൂട്ടാക്കി.
ഗ്രാൻഡ് മാർട്സ് പാലസ് പറയണ്ട കൊട്ടാരത്തിന് പാലസ് ഞങ്ങള് ഇവിടെ മ്യൂട്ട് ആക്കുന്നുണ്ട് ചിലതൊക്കെ. അതൊക്കെ ഗ്രാൻഡ് മദർ പാലസിലേക്കാണ്. ഗൈസ് ഇവിടെ ഇവിടെ അമ്മച്ചി കയറി ഇരിക്കും നമ്മള് വരുമ്പോ. അതുകൊണ്ട് ഇവിടെ നമ്മളൊക്കെയാണ്. ഇവിടെ വണ്ടിയില് ഓൾറെഡി കൊറേ കുരങ്ങന്മാരുണ്ട്. റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടിയിൽ കൊറേ കുരങ്ങന്മാരുണ്ട്. എന്നെ അടിക്കണേ എന്തിനാ? ഞങ്ങളങ്ങനെ ഇറങ്ങുകയാണ്. നമ്മളങ്ങനെ വിന്റേജ് വൈബൊക്കെ ഉണ്ട്. ക്യാമറ കൊണ്ട് പൊത്തല്ലേ ക്യാമറ. അപ്പൊ സെറ്റായിട്ടുണ്ട്. ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. പക്ഷെ എന്റെ ബാക്ക് ഗ്രാനിയുടെ കൊട്ടാരത്തിലോട്ട് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. പിന്നല്ലേ ചിണ്ടിയായിട്ടൊരു 10-ാം ക്ലാസ് വരെ ഉണ്ടോ മൈൻഡ് ചെയ്യണ്ട. ഓ ഇത് സീന, ഇത് സീന. നോക്കിയേ നോക്കിയേ, ഇത് സീന. വേറെ ലെവലായിട്ട് തോന്നുന്നു. എന്റെ മോന്റെ മോനെ. ഇത് സീനായിരിക്കും കേട്ടോ, കട്ടി സീനായിരിക്കും. ചെണ്ടും മണ്ടും ഒക്കെ ഒന്ന് വരാവോ? കാടിന്റെ നടുക്കോടാണ് ഗീസ്. എത്ര എന്റെ ബാക്കിൽ കുരങ്ങന്മാരുണ്ട്. ഓ മൈ ഗോഡ്, OMG, പൊളി പൊളിയാണ് ഗൈസ്. പൊളി എന്നൊക്കെ പറഞ്ഞ വാട്ട്? വേറൊരു ഗ്രാൻഡിയാണ് ഗൈസ് ഇത്. ഇതിനെ കൊണ്ടൊക്കെ ഞാൻ വീട്ടിലെങ്ങനെ സഹിക്കണം എന്നൊക്കെ ചോദിച്ചാൽ ഓ മൈ ഗാഡ്, നൈസ് വൈബ്. ഓ ഇവിടെ ആൾക്കാരൊന്നും ഇല്ലേ? ആൾക്കാരൊന്നും ഇല്ല ഗൈസ്. ഓ ഇതെന്താണ് തൊട്ടടുത്ത് ഇതിന്റെ ഒക്കെ അടുത്ത് തൊട്ടടുത്ത് വീടൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു ക്ലബ് ആക്കായിരുന്നു ഇതൊക്കെ. വെരി നൈസ്. ഓ കറക്റ്റ് പ്രേതാലയത്തിന്റെ ഒരു ഫീല്. അല്ല അങ്ങോട്ടൊക്കെ മതി അവർക്ക് ക്രിഞ്ചടിക്കും. അല്ലല്ലേ നമ്മുടെ വ്ലോഗ് കുറെ ഉണ്ട്. ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? ഈ ചിന്തുവിനെ വിളിപ്പിച്ച് വെച്ച കഥ പറയാനുണ്ട്. പറയാ നിങ്ങൾ ഇവിടെ നിന്ന് പറ ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു ബോൾ പ്രതികളെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് എന്റെ ചിണ്ടീനെ ഇവർ ഒളിപ്പിച്ചു വെച്ചു. എന്തിനാ ഒളിപ്പിച്ചു വെച്ചത് നിങ്ങള് എന്റെ ചിണ്ടീനെ? കാരണം ഒരു വിലയില്ലാണ്ട് കാരണം മണ്ടയ്ക്കകത്ത് ഇത് കൊണ്ടുവച്ചു ഗൈസ്. അവിടെ അത്രയും ആൾക്കാർ നിപ്പുണ്ടായിരുന്നു. നിറച്ചും പിള്ളേരാണ്. പക്ഷേ കോമഡിനെന്ന് വെച്ചാ ഇത് മപ്പിക്കൊണ്ടു ഇത് ഞങ്ങൾ തന്നെയാണ്. നേരെ ഡിക്കിയത്തെ ഒളിപ്പിച്ചു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലത്തെ ഒരു അഭിനയം. ഇവനെ നമുക്ക് ഞങ്ങൾ നന്നായിട്ട് അഭിനയിച്ചായിരുന്നെങ്കിൽ ഇത് ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോഴേ നിനക്കിത് കിട്ടുള്ളായിരുന്നു. ഞങ്ങളുടെ അഭിനയം കുറഞ്ഞു പോയത് കൊണ്ട് മാത്രമാണ് ഇത് നിനക്ക് ഇപ്പൊ തന്നെ കിട്ടിയത്. അത് ഗൈസ്. ഇവനക്ക് KGF 3 പ്രശാന്തിനൊന്ന് കാണുകയാണെങ്കിൽ ഇവർക്ക് KGF 3 ഒരു റോൾ കൊടുക്കണം. അതുപോലെ തന്നെ പുഷ്പ 3 ഒരു റോൾ കൊടുക്കണം. കുറെ സിനിമകളിൽ ഇവനക്ക് ഓഫീസ് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. പ്രതികരണം ഇല്ലാണ്ട് ചിന്തിക്കുന്നുണ്ട് ഇത്രയും കുഞ്ഞു കാല്. എനിക്കറിയില്ല, അത് അവക്കാൾ ഷൂട്ടല്ലേ സൈലൻസ് ആയിട്ട് ചിണ്ടിക്കാനോ സൈലൻസ് ആയിട്ടിരുന്ന വാപ്പിക്ക് അത് എങ്ങനെ മനസ്സിലായി? വാപ്പി ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉമ്മി അവിടെ നനങ്ങിയപ്പോ തന്നെ വാപ്പിക്ക് ബുദ്ധിയുണ്ട്. ഉമ്മി ഒളിപ്പിച്ചു വെച്ചാന്ന്. കാരണം ഈ ഷോർട്സ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്നത് ഒരു എക്സ്പ്ലനേഷൻ പോലെ മനസ്സിലായി. അവരവിടെ എന്തോ ഗെയിം പ്ലാൻ ചെയ്യണം. ബാഗ് എടുത്ത് ചുമ്മാ ഷോയ്ക്ക് എന്റെ ചിണ്ടിനകത്ത് വെക്കാൻ കൊറേ നേരം കഴിയുമ്പോ ക്രിഞ്ചാണെങ്കിൽ ഗൈസ് അവർ വെക്കുന്ന അവിടെ വെക്കാം. നിങ്ങൾ ഇവിടെ എന്ത് മത്സരമാണ് നടത്തുന്നത്? പതുക്കെ നടക്കൽ മത്സരമാണ് ഗൈസ്. ഉറുമ്പിനെ വാടകയ്ക്ക് എടുക്കണം. നോക്കട്ടെ അച്ചുക്ക് നോക്കട്ടെ. അവരുടെ ഗെയിം പ്ലാൻ ചെയ്യുക. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത ഒരു അമ്മച്ചിക്കൊട്ട വെച്ചിട്ട് കാണുള്ളൂ. ടാറ്റ.
ഗൈസ് അങ്ങനെ നമ്മൾ അമ്മച്ചി കൊട്ടാരത്തിൽ എത്തിയിരിക്കുന്നു. ഇതാണ് അമ്മച്ചി കൊട്ടാരം എന്ന് പറയുന്നത്. ഗൈസ് നമ്മളിപ്പോൾ സൈഡിൽ നിന്ന് വായിച്ചിരിക്കുകയാണ്. അപ്പി നമ്മളാണ് കയറിയിരിക്കുന്നു കൊട്ടാരത്തിൽ. ഇവിടെ മുറിച്ച് സാന്റാക്ലോസ് എന്നതാ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ തോന്നി ഏതോ സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. വെള്ളം നിറച്ചിട്ടാണ് സ്ഥലം. അതെന്നതാ അത്? കോഴിയോ? വാപ്പി വാപ്പി കോഴി വീടിൻ്റെ അകത്ത്. വാപ്പി ഇതൊക്കെ ആ സിനിമയിലുണ്ട്. ആ സിനിമയിൽ കാർബണിൽ ഈ വീട് നന്നായിട്ട് കാണിക്കേണ്ടത്. കാർബണിൽ കാണിക്കുന്നത് എനിക്ക് ആ വീടിൻ്റെ യൂട്യൂബിൽ നോക്കിയില്ലേ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ആ ഫഹദ് ഫാസിലിൻ്റെ സിനിമയിൽ ഇത് ചിത്രങ്ങളൊക്കെ. ബോഗൻവില്ല. അത് സാന്റാക്ലോസ് തന്നെ സ്ഥലമാ. സാന്റാക്ലോസ് അതിനകത്ത് കൂടെ ഇത് തീയിടുന്ന സാധനം. അത് അങ്ങനെ ഇംഗ്ലീഷ് സ്ഥലത്ത് ആ സ്ഥലത്തോടെ സാന്റാക്ലോസ് വന്നത്. ഒരു ബോഗൻവില്ല ഫീൽ ചെയ്യുന്നുണ്ടോ? എവിടെ ബോഗൻവില്ല? ഗൈസ് ഇവിടെയാണ് ഗൈസ് ബോഗൻവില്ല ഷൂട്ട് ചെയ്തത്. ഇതേ പഴയ അലമാരി. ഗൈസ് ഈ വഴിയിൽ കൂടെയായിരുന്നു പണ്ടുള്ള ആൾക്കാർ പ്രാവശ്യം വന്നു. അപ്പോൾ അത് 10,000 അപ്പൂപ്പനൊക്കെ എടുത്തു നന്നായിട്ട് കണ്ടു കഴിഞ്ഞോ? ഗൈസ് ഞങ്ങളങ്ങനെ അമ്മച്ചി കൊട്ടാരം അതിനപ്പി ആരുടേത്? രാജാവിൻ്റെയോ?
മൊത്തം പൊതിഞ്ഞാർന്ന മൊത്തം പൊതിഞ്ഞാർന്ന എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? എന്റെ ചിണ്ടിനെത്താ ചിണ്ടിയുടെ ചെവി പിടിച്ച് പിടിച്ചു. ഗൈസ് ഇനി നമുക്ക് ഒരു ഇച്ചിരി നേരം കഴിഞ്ഞിട്ടാണ് ഗൈസ്. പൊറോട്ടയോ ഗൈസ്? നമുക്ക് ഇച്ചിരി കഴിഞ്ഞിട്ട് ഇനി കാണാം അല്ലേ? കാരണം ബ്ലോഗ് കുറെ നീണ്ടു പോകും. ചിലപ്പോൾ പാർട്ട് 2 ആയിട്ടായിരിക്കും. വിന്റേജ് അല്ലേ? ആ സ്ഥലം കാണിച്ചായിരുന്നോ? ആ പൊട്ടി പൊളിഞ്ഞ എന്റെ പൊന്നെ വീട്ടിലെ സ്ഥലം ഇതെങ്ങനെ പണിയൊരു പിടിയില്ല. പണിയുമ്പോ തന്നെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇത് പൊളിഞ്ഞിരിക്കുന്നത്. പൊളിഞ്ഞല്ലേ? പക്ഷെ നമുക്ക് അടുത്ത് നോക്കാം. സത്യം പറയാം അച്ചുക്കൊന്നുമില്ല ഗൈസ്. ഞങ്ങളങ്ങനെ അമ്മച്ചി കൊട്ടാരം കണ്ടിട്ട് വീട്ടിലേക്ക് പോകും. അമ്മച്ചി കൊട്ടാരം കണ്ടിട്ട് നമ്മൾ ഞങ്ങൾ അടുത്ത സ്പോട്ട് ഏതാ? പാഞ്ചാലിമേട്. പാഞ്ചാലിമേട്. അത് എന്നതാന്ന് പോലും എനിക്കറിയില്ല. പിന്നെ പെരുമ്പാവൂരോ? ഈഗിൾസ് റോക്ക്. അതെ, പരുന്തും പാറയാണ് ഗൈസ്. ഞങ്ങൾ അത് തന്നെ ഈഗിൾസ് റോക്ക് അഥവാ പരുന്തുംപാറ. അത് തന്നെയാണ് ഗൈസ്. ഇനി ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരുന്നത്. അപ്പൊ നിങ്ങളാണെങ്കിൽ കമന്റ് ഇടുക. നിങ്ങൾക്ക് ഒരു 1K കമന്റ് ഇട്ട് ഞങ്ങൾ അടുത്തത് പോകുന്നത് നിങ്ങൾ പറയുന്ന കമന്റില് ഏറ്റവും കൂടുതൽ ലൈക്ക് ഉള്ളത് ഏത് സ്ഥലത്താണ് ആ സ്ഥലത്താണ് ഞങ്ങൾ അടുത്തത് പോകുന്നത്. എന്ന് വെച്ചാൽ മലേഷ്യ ഒന്നും പറയാൻ പാടില്ല, ഇന്ത്യയിലുള്ള സ്ഥലം ഏതിരിക്കും. അത് ഇടുക്കി ജില്ലയിലുള്ള ഏതെങ്കിലും സ്ഥലം പറഞ്ഞാൽ മതി. അല്ല, എറണാകുളം നമ്മൾ പോകൂലേ? കേരളത്തിലുള്ള ഗോമാതാവ്. ഈ വാഴ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മോനൂസ് വാഴയുള്ളത് ഗൈസ്. പശുക്കൾ. അപ്പൊ ഗൈസ് നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റേ സാധനം ടിങ് ടിങ് അടിക്കുക. ഈ വ്ളോഗ് അഥവാ വൈറലാവുകയാണെങ്കിൽ പൈസ കിട്ടും. പൈസ മൊത്തം എനിക്കട്ടോ. നമുക്ക് ഈ പൈസ കിട്ടുവാണെങ്കിൽ അതായാലും മതി. തെറിയാണെങ്കിൽ നമുക്ക് പൈസ ഇട്ടേ മതി. പൈസ ഇട്ടുവാണെങ്കിൽ നമ്മൾ അടുത്ത ടൂർ പ്ലാൻ ചെയ്യും കേട്ടോ. അത് തന്നെ ഷെയർ ചെയ്യുക. അപ്പൊ ഗൈസ് ഇനി നമ്മള് ചിലപ്പം ഇനി പരുന്തുംപാറയ്ക്കാണ് പോകുന്നത്. ചിലപ്പോഴല്ല പോവുകയാണ്. അപ്പൊ നമുക്ക് ഇനി അവിടെ വെച്ചിട്ട് കാണാം. അഥവാ എന്തെങ്കിലും സാങ്കേതിക തകരാറ് മൂലം ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബസ്സിനെ സംബന്ധിച്ച് ക്ഷമിക്കാം. അത് തന്നെ. അപ്പൊ നമ്മള് അപ്പൊ ഞങ്ങളാണെങ്കിൽ വെക്കാൻ പോവാണ്. ബൈ ബൈ.